ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനീഷ് അനുമോള് ഇവർ ഊഞ്ഞാലിലിരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നു, എനിക്ക് അനുമോളോട് ഒരു ഇഷ്ടം തോന്നി, ഞാൻ വിചാരിച്ചു അനുമോൾക്കും ക്രഷ് ഉണ്ടാവുമെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് അവിടെ വെച്ച് തീർന്നു, മനസ്സിലായോ? അതാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്, ആ ചാപ്റ്റർ തീർന്നു. ഇനി വേറൊരു കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പെരുമാറരുത്. എന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തിരിച്ചിഷ്ടം തോന്നുമായിരിക്കും എന്ന് പറയാനുള്ളൊരു കാരണം എന്താ? തമാശക്ക് ഫ്രൈഡേ ഒക്കെ അങ്ങനെ കാണിച്ചതാണോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് അനുമോളുടെ ഭാഗത്തു നിന്നും അങ്ങനെ തോന്നിയിരുന്നു. നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ കുറെ നാളായില്ലേ, അനുമോളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയെന്ന് അനീഷ് പറയുന്നുണ്ട്. അനുകൂലമായൊരു സമീപനം ഉണ്ടാവുമെന്ന് ധരിച്ചു പോയി എന്ന് അനീഷ് പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നാമത് ചേട്ടൻ അത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഷോക്ക്ഡായി, ചമ്മിപ്പോയി. ചേട്ടൻ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടൻ തമാശക്ക് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതൊക്കെ. ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അനീഷ് അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്റെ മനസ്സ് ഭയങ്കര ഫ്രീ ആണ്. അത് കഴിഞ്ഞു, അത് തീർന്നു. അന്ന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ചിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നത്. ഇനി ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും ആവരുത്. വീണ്ടും പറയുന്നു, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരാൾ ഇഷ്ടം പറയുന്നത് വലിയ തെറ്റൊന്നും അല്ലല്ലോ ചേട്ടാ. എന്റെ അടുത്തൊരു 10-11 വർഷത്തിന് മുമ്പാണ് ഒരാൾ ആദ്യമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോ ചിരിയും സന്തോഷമൊക്കെ എനിക്ക് തോന്നി. പക്ഷെ തിരിച്ചങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് ചേട്ടാ? ഞാൻ വീണ്ടും പറയുന്നു അനുമോൾ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ കോൺവെർസേഷൻ മൊത്തം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളച്ചൊടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് മൊത്തത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അനീഷ് 2-3 തവണ സോറി പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത്. ഒന്ന് പ്രപ്പോസ് ചെയ്ത് പോയതിന്റെ പേരിൽ സോറി ചോദിക്കുന്നുണ്ട്. കാരണം അനീഷിന് കാര്യങ്ങൾ മനസ്സിലായി. അനീഷിന് മനസ്സിലായി ചേട്ടനെ പോലെയാണ്, ആ ഒരു ബ്രോസോൺ ആണ് എന്നുള്ളത് അനീഷിന് വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് സോറി ചോദിക്കുന്നത്. പറഞ്ഞത് അബദ്ധമായി പോയി, ചോദിച്ചത് അബദ്ധമായി പോയി എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു ഖേദപ്രകടനമാണ് ഇപ്പൊ ലൈവിനകത്ത് നമ്മൾ കണ്ടത്. അല്ലാതെ ഗെയിം ആണെന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ച് ഏത് രീതി വേണേലും ആക്കിക്കോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമുക്കൊക്കെ ഉള്ള ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഈ പ്രേമം, സ്നേഹം എന്നൊക്കെ പറയുന്നത്. അത് വെച്ചിട്ട് അങ്ങനെ എളുപ്പത്തിലൊന്നും ഗെയിം കളിക്കാൻ പറ്റില്ല. അല്ലെ പിന്നെ അത്രയും ആ ലെവല് എന്താ പറയാ ഉള്ള ഒരു ക്രിക്കറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അനീഷ് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. മാപ്പ് പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്